ഹലോ ഡിയർ ഫ്രണ്ട്സ്, പീസ്ഫുൾ 60+ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു ന്യൂസ് കണ്ടു. തിരുവനന്തപുരത്ത് വലിയൊരു ഹോസ്പിറ്റൽ തുടങ്ങാനായിട്ട് പോവുകയാണെന്നുള്ളതിനെക്കുറിച്ച്. ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് സംസാരിക്കുന്നത് ഇനിയിപ്പം കേരളത്തിൽ ഹോസ്പിറ്റൽ തുടങ്ങുന്നതിനേക്കാളും ഒക്കെ ആവശ്യം സീനിയർ സിറ്റിസൺസിന് വേണ്ടി സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് കെയർ, ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററുകളാണ് നമുക്ക് കൂടുതലായിട്ട് തുടങ്ങേണ്ടത്. അതെന്താണെന്നുള്ള ആ കൺസെപ്റ്റ് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം. വിദേശ രാജ്യങ്ങളിലൊക്കെ സാധാരണ ഒരു അക്യൂട്ട് ഹോസ്പിറ്റൽ, അതായത് പെട്ടെന്ന് ഒരു സ്ട്രോക്കോ അല്ലെങ്കിൽ ഒരു മേജർ സർജറിയോ അല്ലെങ്കിൽ ഒരു റോഡ് ആക്സിഡൻറ്റോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് സർജറിയൊക്കെ കഴിയുമ്പോഴത്തേനും അവരെ ഡിസ്ചാർജ് ചെയ്ത്, ചിലപ്പം പറയും സ്റ്റെപ്പ് ഡൗൺ ബെഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് കെയർ എന്ന് പറയും, അവിടെയോട്ട് മാറ്റുന്നതിൽ അവിടെ മറ്റ് പ്രൊഫഷണൽസ് എല്ലാവരും കൂടെ ചേർന്ന് ഫിസിയോതെറപ്പിസ്റ്റ്, ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ്, ഡയറ്റീഷ്യൻസ്, സോഷ്യൽ വർക്കേഴ്സ് എല്ലാവരോടെ ചേർന്നിട്ട് ആ വ്യക്തിയെ വളരെ നല്ല രീതിയിൽ റീഹാബിലേക്ക് നയിക്കുകയാണ്. അന്നേരം ഇന്ന് കേരളത്തിൽ കാണുന്ന ഒരു പ്രവണത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം കേരളത്തിലില്ല. അതുകൊണ്ട് ഒരു സർജറിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നമ്മുടെ ആൾക്കാർ ഇങ്ങനെ കിടക്കുകയാണ്. ഒത്തിരിയേറെ ന്യൂസുകൾ കാണാറുണ്ട്. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു, അതുപോലെ വീട്ടുകാരോട് വാങ്ങുന്നു, വീടും പറമ്പും എല്ലാം വിറ്റ് പോകുന്നു. എന്നാൽ ഇത്തരത്തിൽ ഹ്യൂജ് ആയിട്ടുള്ളൊരു എക്സ്പെൻസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇവിടെയെല്ലാം അങ്ങനെയുള്ള ഒരു സിസ്റ്റമുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നാട്ടിലിത് ചെയ്യാൻ ഹോസ്പിറ്റലുകാരെ നമുക്ക് മുഴുവൻ കുറ്റം പറയാൻ പറ്റിയല്ല. എന്നാലും പല ഹോസ്പിറ്റലുകാരും കണ്ടിന്യൂസ് ആയിട്ട് അവിടെ അവരെ കിടത്തുന്നതിൻ്റെ അകത്തൊരു മോണിറ്ററി ബെനിഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരെ മറ്റൊരിടത്തോട്ട് വിടാനായിട്ടുള്ള ഒരു സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. ഇവിടെ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയുണ്ട്. അവിടെ മെയിനായിട്ട് ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മളിതിപ്പം മെയിനായിട്ട് ഞാൻ ഈ പറയുന്നത് എബവ് 60 ആയിട്ടുള്ളവർക്ക് വേണ്ടിയാണ്. അന്നേരം ഒരു ജീരിയാട്രിക് ട്രെയിനിങ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഡോക്ടർ വേണം, പിന്നെ ഫിസിയോതെറപ്പിസ്റ്റ് വേണം, അതുപോലെ ഓക്യുപ്പേഷണൽ തെറപ്പിയെക്കുറിച്ച് നാട്ടിൽ പലരോടും പറയുമ്പോൾ അതെന്താണെന്ന് അവർക്ക് പലപ്പോഴും അറിയത്തില്ല. ഇറ്റ് ഈസ് എ ഹെൽത്ത് കെയർ പ്രൊഫഷൻ ദാറ്റ് ഹെൽപ്പ് പീപ്പിൾ ടേക്ക് പാർട്ട് ഇൻ എവറിഡേ ആക്ടിവിറ്റീസ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് സേഫ്ലി. അതായത് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് എന്ന് പറയും. നമ്മൾ ഒരു ആക്സിഡൻ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട അഡ്വൈസ് തരുക, ഗൈഡൻസ് തരുക, അതുപോലെ അപ്രോപ്രിയേറ്റ് ഏതൊക്കെ എക്യുപ്മെൻറ്റ്സ് ഉണ്ടെന്നുള്ളത് റെക്കമെൻഡ് ചെയ്യുക, എങ്ങനെ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യണമെന്ന് ഓർക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അതുപോലെ സോഷ്യൽ വർക്കേഴ്സ് വേണം. ഇന്ന് നാട്ടിൽ കൂണുപോലെ സോഷ്യൽ വർക്ക് കോളേജ് ഉണ്ടെങ്കിലും സോഷ്യൽ വർക്കേഴ്സ് നാട്ടിൽ ചെയ്യുന്ന ജോലി കേട്ടാൽ ചിരി വരും. അതായത് ഓൾഡ് ഏജ് ഹോമുകളിൽ അവരുടെ അടുത്ത് പോവുക, അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പോൾ കൗൺസിലറാന്നൊക്കെയാണ് പറഞ്ഞ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇച്ചിരി കഴിയുമ്പോഴത്തേനും കെയറുടെ പണിയാണ് അവർ ചെയ്യുന്നത്. ഇതാ ഒരു പ്രൊഫഷൻ ഒരിക്കലും അതിനുവേണ്ടിയുള്ള ഒരു പ്രൊഫഷൻ അല്ല. ഇത് നമ്മളൊരു ഇൻ്റർമീഡിയറ്റ് കെയർ ഒരു സെറ്റപ്പ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സോഷ്യൽ വർക്കർ ഉണ്ടെങ്കിൽ ആ സോഷ്യൽ വർക്കറുടെ റോള് ഹോം വിസിറ്റ് നടത്തി ആ ഹോമിൻ്റെ അവസ്ഥകൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അതുപോലെ ഈ വ്യക്തിയുടെ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ആ വ്യക്തിയാണ്, സോഷ്യൽ വർക്കറാണ് ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റിനെയും ഫിസിയോതെറപ്പിസ്റ്റിനെയും വേണ്ട റെഫറൽ കൊടുക്കേണ്ടത്. അതുപോലെ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്ങിൽ പ്രശ്നമുണ്ട്, ഡയറ്റീഷ്യൻ്റെ റെഫറൽ കൊടുക്കണം. അതുപോലെ സോഷ്യൽ വർക്കേഴ്സിൻ്റെ വേറൊരു റോളാണ് ഈ വ്യക്തിയായിട്ട് സംസാരിക്കുമ്പോൾ വീട്ടിലെന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രശ്നമുണ്ടോ, സീരിയസ് ആയിട്ട് ഫിനാൻഷ്യലി മിസ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അത് സേഫ് ഗാർഡിങ്ങിൽ പോകും. കാരണം ചില സാഹചര്യത്തിൽ അത് പോലീസിൽ അറിയിക്കേണ്ടി വരും, അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഫാമിലിയിൽ ഡിസ്കഷനിലൂടെ അത് റിസോൾവ് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അവിടെ ഏറെക്കുറെ കുറച്ച് നാൾ കിടക്കുമ്പോൾ ഈ പ്രൊഫഷണൽസ് എല്ലാവരും കൂടെ ചേർന്ന് ആ വ്യക്തിക്ക് വേണ്ട നല്ലൊരു റീഹാബ് കൊടുത്തു കഴിയുമ്പോഴത്തേനും ആ ആൾക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് സാധിക്കും. വീട്ടിലെത്തുന്നതിന് മുമ്പ് ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ്, ഫിസിയോതെറപ്പിസ്റ്റും ഒക്കെ അവിടെ വിസിറ്റ് ചെയ്ത് എന്തൊക്കെ സൗകര്യങ്ങൾ വേണമെന്നുള്ളതിനെക്കുറിച്ച് അവർ അതിനുവേണ്ടി അറേഞ്ച്മെൻറ്റ് നടത്തും. അതുകൂടാതെ വ്യക്തമായിട്ടൊരു ടീം വർക്കിങ്ങും കേസ് കോൺഫറൻസും ഒക്കെ നടത്തും. ഇന്ന് കേരളത്തിൽ ആശയങ്ങളുടെ പ്രശ്നമല്ല, ഒത്തിരിയേറെ ആശയങ്ങൾ വരുന്നുണ്ട്. വയോജന വകുപ്പ് തുടങ്ങി അത് തുടങ്ങിയെന്നും പറഞ്ഞ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ന്യൂസ് കാണാം. പക്ഷേ നമ്മൾ പറയുന്ന ഒരു കാര്യങ്ങൾ അത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇതിൻ്റെ അകത്ത് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നത്, ഇന്ന് വിദേശ രാജ്യങ്ങളിൽ UK, അമേരിക്കയിൽ, കാനഡയിൽ ഇവിടങ്ങളിലെല്ലാം മലയാളികൾ ഈ പറഞ്ഞ ഫീൽഡുകളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. UK മലയാളികൾ മാത്രം ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇവിടെ പല സെൻറ്ററുകളും തുടങ്ങാനായിട്ട് സാധിക്കും. എനിക്കറിയാവുന്ന 100 കണക്കിന് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. ഇവിടെ ഡോക്ടർമാരുണ്ട്, നേഴ്സുമാരുണ്ട്, അതുപോലെ ഫിസിയോതെറപ്പിസ്റ്റ് ഉണ്ട്, ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ് ഉണ്ട്. അവരുടെയൊക്കെ നമ്പർ കുറവാണ്. ഡയറ്റീഷ്യൻസ് ഉണ്ട്, മൂവിങ് ആൻഡ് ഹാൻഡിൽ ചെയ്യുന്നവരുണ്ട്. ഇവരെല്ലാം ഒന്ന് ചെറുതായിട്ട് മനസ്സ് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അവർ എല്ലാവരും നാട്ടിലോട്ട് വരണം എന്നല്ല, അവർ ഹോളിഡേയ്സ് പോകുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വർഷത്തിലൊരു 5 ദിവസം വേണേൽ വർക്ക് ചെയ്യാം. അതുപോലെ ഇവിടെ ആദ്യകാലത്ത് വന്നവരൊക്കെ റീസണബിളായിട്ട് ജീവിക്കാനായിട്ട് ഗതിയുള്ളവരാണ്. അവർക്ക് വർഷത്തിൽ പോകുമ്പോൾ ഈ 4-5 ദിവസം പോയി ഒരു ചാരിറ്റി പോലെ ചെയ്തു കൊടുക്കാം. അതുപോലെ ഇതിനു വേണ്ടി എന്തെങ്കിലും എല്ലാ മാസവും ഒരു ചെറിയ പൈസ അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. നമ്മൾ എത്രയോ പൈസ അൺനെസസറി ആയി കളയുന്നു. ഇവിടെയുള്ള മലയാളികളൊക്കെ നമുക്കൊരു വീട് ധാരാളം മതി നമുക്കിവിടെ ജീവിക്കാനായിട്ട്. 2-3 വീട് വാങ്ങി ജീവിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. അതുപോലെ നമുക്ക് ഹോളിഡേയ്സൊക്കെ പോകാം. പക്ഷേ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് നമ്മൾ പോകുന്നതിനോട് അത് വേണമെന്നുള്ളത് ചിന്തിക്കണം. അതുപോലെ സ്പിരിച്വാലിറ്റിയുടെ പേരിൽ അൺനെസസറി ആയിട്ട് നമ്മൾ പൈസ മറ്റു പലതിനും കൊടുക്കുന്നതിനെക്കുറിച്ച് വിവേകത്തോടു കൂടി ചിന്തിക്കുക. നമുക്കെല്ലാവർക്കും നാടിനോടൊരു കടമയുണ്ട്. അന്നേരം നമുക്ക് നാട്ടിൽ പൊളിറ്റീഷ്യൻസിനും റിലീജിയസ് ലീഡേഴ്സിനും അഫ്ലുവൻ്റ് ആയിട്ടുള്ളവർക്കും ഒക്കെ ട്രീറ്റ്മെൻ്റ് ഒന്നും ഒരു പ്രശ്നമില്ല. അവർക്ക് അതിനുള്ള എല്ലാ സെറ്റപ്പുകളും ഉണ്ട്. കാരണം നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലും അവർക്ക് അതെല്ലാം ഫ്രീ ആണ്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു മിഡിൽ ക്ലാസ് തൊട്ട് താഴോട്ടുള്ളവരുടെ കാര്യം വളരെ കഷ്ടമാണ്. അന്നേരം അവർക്ക് ഇതൊരു വലിയൊരു അനുഗ്രഹമാകും. നമുക്ക് എക്സ്പെർട്ടീസ് ഉണ്ട്, നമുക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടുണ്ട്. അതുകൂടാതെ ഞാനിന്ന് വെറുതെ ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കുകയാണ് ചെയ്തത്. ഡേറ്റ ശരിയാണോന്ന് എനിക്കറിയത്തില്ല. നാട്ടിൽ അടഞ്ഞു കിടക്കുന്ന വീട് 11 ലക്ഷം ഉണ്ടെന്നാണ് പറഞ്ഞത്. എനിക്കത് അത്രത്തോളം വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. എന്താണേലും കേരളത്തിൽ അടഞ്ഞു കിടക്കുന്ന ഒരു 50,000 വീടെങ്കിലും ഉറപ്പായിട്ട് കാണും. ഈ ഒരു പറഞ്ഞ സീനിയർ സിറ്റിസൺസ് ഹോസ്പിറ്റലോ അല്ലെ ഇൻ്റർമീഡിയറ്റ് കെയർ എന്ത് നിങ്ങൾ പേരിട്ടോ അത് നമുക്ക് ഈ ചില വീടുകളൊക്കെ നമുക്ക് ചിലപ്പോൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഗവൺമെൻറ് യൂസ് ചെയ്യാത്ത ബിൽഡിങ്ങുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് നാട്ടിലുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടി തൽക്കാലത്തേക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തരാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇവിടെയുള്ള UK മലയാളികളൊക്കെ വീട് വെറുതെ പണിതിട്ടിട്ടുണ്ട്. നമ്മളവിടെ താമസിക്കുന്നുമില്ല. അതുപോലെ സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ 2003 ഇവിടെ വന്നതാണ്. എനിക്ക് കാസർഗോഡ് ജില്ലയിൽ വെള്ളരിക്കുണ്ടിലൊരു വീടുണ്ട്. ഞാനിപ്പോൾ ഇന്നിപ്പം 2026 ആകും. ഞാൻ എൻ്റെ വീട്ടിൽ ഈ കഴിഞ്ഞ 10-23 വർഷത്തിനിടയിൽ ഞാൻ താമസിച്ച ദിവസങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ഒരു 10-40 ദിവസമായിരിക്കും ഇത്രയും വർഷത്തിനിടെ ഞാൻ താമസിച്ചത്. ഇപ്പം ഞാനൊരു 80 വയസ്സ് വരെ ജീവിക്കാനായിട്ട് പോയാൽ ഒരു 10-40 ദിവസം കൂടെ ചിലപ്പം ജീവിക്കുമായിരിക്കും. അല്ലെ ഞാൻ തിരിച്ചു പോകണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു 10-80 ദിവസം ഒരു പുരുഷായുസ് ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഈ മലയാളികൾ ഈ കാട്ടിക്കൂട്ടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു വേസ്റ്റ് ഓഫ് റിസോഴ്സസ് ആണ്. അതിൻ്റെ വേറൊരു സൈഡിൽ വീടില്ലാത്ത ജനങ്ങൾ തെരുവിൽ കിടക്കുന്നു. അതുപോലെ ഈ ടിൻഷീറ്റൊക്കെ ഇട്ട് മേലെ കിടക്കുന്നു, ടാർപോളിൻ വിളിച്ച് കിടക്കുന്നു.
ഞാനിത് പറഞ്ഞത് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടേൽ നമുക്ക് എക്സ്പെർട്ടീസ് റിസോഴ്സസ് ഉണ്ട്, അതുപോലെ നമുക്ക് നോളജ് ഉണ്ട്, നമുക്ക് നാട്ടിൽ സെറ്റപ്പുകളും എല്ലാം ഉണ്ട്. അതുപോലെ നാട്ടിലുള്ളവർക്കും ഇതിനോട് കൂടി സപ്പോർട്ട് ചെയ്യാം. കാരണം എല്ലാവർക്കും എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്കൊരു സൈക്കോളജിസ്റ്റ് വേണം, കൗൺസിലേഴ്സ് വേണം. ഈ ഓൾഡ് ഏജുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്. പല മാനസിക പ്രശ്നങ്ങളും ഓൾഡ് ഏജിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ കാണുന്ന ഒരു പ്രവണതയാണ് 10-60 വയസ്സും വരെ ജോലി കാലഘട്ടത്തിലൊന്നും ആൽക്കഹോളൊന്നും യൂസ് ചെയ്യാതെ 60 വയസ്സിന് ശേഷം ചെറുതായിട്ട് സ്മോളൊക്കെ അടിക്കാൻ തുടങ്ങും. അത് അവസാനം നിയന്ത്രണമില്ലാതെ അവസാനം അത് മെൻ്റൽ ഹെൽത്ത് അവസ്ഥയിലോട്ട് പോകുന്നതാണ്. എന്നാൽ ഈ ഒരു രീതിയിലുള്ള ഒരു പ്രൊഫഷണൽസിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് വേണം. അതുപോലെ ഡയറ്റീഷ്യന്, അതുപോലെ മാൽന്യൂട്രീഷന്, ഡയബറ്റീസ്, ഫ്രൈലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഡയറ്റീഷ്യൻ്റെ ഒരാവശ്യമുണ്ട്. ഇവിടെയുള്ള വിദേശ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വല്ലപ്പോഴും വരുന്നത് കൂടാതെ ട്രെയിനിങ് പ്രോഗ്രാം അവർക്ക് നടത്താനായിട്ട് സാധിക്കും. വിസിറ്റിംഗ് എക്സ്പെർട്ട്, അതുപോലെ ഓൺലൈൻ മെൻറ്ററിങ്, പ്രൊഫഷണൽ എക്സ്ചേഞ്ച്. കാരണം നാട്ടിലും ഒത്തിരിയേറെ പല മേഖലകളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ നോളജുമായിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അന്നേരം ഇത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണേലും ഇതിൻ്റെ ഒരു ഗുഡ് ന്യൂസ്, കോട്ടയം സൈഡിൽ ഒരു ഗ്രൂപ്പുമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോട്ടയം ജില്ലയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മോഡൽ പോലെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് റിവ്യൂ ചെയ്യാം, മോണിറ്റർ ചെയ്യാം. അന്നേരം ഈ ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ അത് ഒരിടത്ത് സക്സസ് ആയാൽ ബാക്കി ജില്ലകളിലേക്ക് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കണം. അങ്ങനെ എൻ്റെ മനസ്സിലുള്ള ഒരു വലിയൊരു സ്വപ്നം, നമ്മുടെ എല്ലാ പഞ്ചായത്തിലും ഇതുപോലെ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ, ഇൻ്റർമീഡിയറ്റ് കെയർ സെൻറ്റർ വളരെ എസെൻഷ്യലാണ്. കാരണം അതിൻ്റെ അകത്ത് നമ്മൾ ഒരു എമർജൻസി സർവീസ് അല്ല. ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നവരെ അവരെ നമ്മൾ പോയി കണ്ട് അവരുമായിട്ട് സംസാരിച്ച് സമയം സ്പെൻഡ് ചെയ്ത് അവരുടെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കി ഈ പ്രൊഫഷണൽസ് എല്ലാവരും, ചിലപ്പം പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം മസിലൊക്കെ വീക്കാകുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. അന്നേരം അവർക്ക് മസിൽ സ്ട്രെങ്ത് ചെയ്യാനായിട്ടുള്ള ചെറിയ ചെറിയ എക്സസൈസുകൾ ഈ ഒരു രീതിയിൽ വിദേശ രാജ്യങ്ങളിലുള്ള ഈ മൾട്ടി പ്രൊഫഷണൽസിൻ്റെ ഒരു സപ്പോർട്ടിംഗ് നെറ്റ്വർക്ക് നമ്മൾ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കണം. കാരണം കേരളത്തിൽ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ഒരേ ഒരു കാര്യം, ഇതിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കോർഡിനേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാകും. അതുപോലെ വരുന്നവർ ഒരിക്കലും ഇതിൻ്റെ അകത്ത് സമ്പത്ത് ഒരു മാനദണ്ഡമാകാനായിട്ട് പാടില്ല. സാമ്പത്തികമായിട്ട് അതിന് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നവർ പേ ചെയ്യുക, അതുപോലെ പേ ചെയ്യാൻ പറ്റാത്തവർക്ക് ഫ്രീ ആയിട്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ വോളണ്ടറി വർക്ക്, വിദേശത്തു നിന്നുള്ളവർ അവിടെ വന്ന് ചെയ്യുന്നതിന് പൈസ വാങ്ങേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ന്യായമായിട്ട് ജീവിക്കാൻ ഇവിടെയുണ്ട്. നമ്മൾ പരമാവധി വോളണ്ടറി വർക്ക് പ്രൊമോട്ട് ചെയ്യുക. എന്നാലും നാട്ടിൽ MSW ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന പിള്ളേർക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ശമ്പളം കൊടുക്കുക. എന്താണ് ഓരോരോ പ്രൊഫഷനിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, ആ പ്രൊഫഷനുള്ള കോമ്പിറ്റൻസി അവർ കൊടുക്കുക. അതുപോലെ UK-ലും അമേരിക്കയിലും കാനഡയിലും ഉള്ള മലയാളികളെല്ലാവരും കൈകോർത്ത് പിടിച്ചാൽ ഇത് നടക്കാൻ വളരെയേറെ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റാണ്. ഒക്ടോബറിൽ നാട്ടിൽ പോകുമ്പോൾ ഇതിനെക്കുറിച്ച് കോട്ടയത്തുള്ള ഒരു ഗ്രൂപ്പുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ കോർഡിനേഷനൊക്കെ നടത്തി ഇത് ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നു. നിങ്ങളിതിനെക്കുറിച്ച് നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കണം. നേരിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ചെയ്യണം. നമുക്ക് ഈ ഒരു രീതിയിൽ കേരളത്തിലൊരു വ്യക്തമായിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. സീനിയർ സിറ്റിസൺ ഇൻ്റർമീഡിയറ്റ് കെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ നെറ്റ്വർക്ക് ഫോർ കേരള. അതിൻ്റെ അകത്ത് ഫൈനലായിട്ട് ഒരു മെസ്സേജോടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. അതായത് കേരള ഡസ് നോട്ട് നീഡ് മോർ ഹോസ്പിറ്റൽ ബെഡ്. Kerala need more recovery, more rehabilitation and more dignity for its elderly citizen. We have the knowledge, we have the professionals, we have the land, we have the global Malayali network. Now is the time to bring them together and create a world-class senior citizen, intermediate care and rehabilitation service for Kerala that can become a model for all India.
ഇതാണ് ഒരു നല്ലൊരു ആശയമാണ്. ഇത് നടക്കാൻ വളരെയേറെ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റാണ്. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു അവസരത്തെ കാണാം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.